ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. 9:16 സമയം. ലെവൽസ് ഒന്നും ഇതുവരെ മാർക്ക് ചെയ്തില്ല, മാർക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ ടാപ്പ് ആയിട്ടുണ്ടോ, എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആദ്യം നിഫ്റ്റിയിൽ 50 മിനിറ്റിലേക്ക് മാറ്റാം. ഒരു 50 മിനിറ്റിലുള്ള തൊട്ടടുത്തുള്ള ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ലെവൽസൊക്കെ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. എന്തായാലും ഒക്കെ ഇൻറ്റേർണലായിരിക്കും. കുറച്ച് ദിവസമായിട്ട് കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ്. ആ ഒരു വലിയ ക്യാൻഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒക്കെ ഇൻറ്റേർണലായിരിക്കും. എന്തായാലും നമുക്ക് മാർക്ക് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയാസ്. ഫസ്റ്റ് നിഫ്റ്റിയിലായിട്ടും തൊട്ടടുത്ത് മേലോട്ടേക്കുള്ള ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ആണുള്ളത്. താഴോട്ടേക്കുള്ളത് ഏകദേശം ഈ ഒരു ഏരിയയിലാണുള്ളത്. രണ്ടും നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ഇതിലേതെങ്കിലുമൊക്കെ ലെവൽ ടാപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ തൊട്ടടുത്തുള്ള രണ്ട് ലിക്വിഡിറ്റി ഏരിയാസ് ഇത് രണ്ടുമാണ്. ഇനി നമുക്ക് ബാങ്കിലുള്ളതും കൂടെ നോക്കി നോക്കാം. ബാങ്കിലും തൊട്ടടുത്ത് മേലെ താഴെയുള്ള ലെവൽസ് മാർക്ക് ചെയ്തേക്കാം. ബാങ്കിൽ മേലുള്ള ഓക്കെ, മേലൊരു ലെവലുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ലെവൽ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വരിക. ഓക്കെ, അതാണ് ഇവിടെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട്. അത് ഇൻറ്റേർണലാവും. അത് വേണ്ട, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി മേലെ തന്നെ ഉണ്ട്, അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടിയിലേക്കുള്ള ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഉണ്ട്. ഇൻറ്റേർണലാണ്, അത് കൺസിഡർ ചെയ്യണം. അവിടെ ടാപ്പ് ചെയ്ത് മേലേക്ക് ഒരു ചെറിയ മൊമെൻറ്റും വരുന്നുണ്ട്, അത് നോക്കണ്ട. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അടിയിലുള്ള തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ഇതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വിട്ടിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഇതിലേതെങ്കിലുമൊക്കെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യട്ടെ. അതിലേതെങ്കിലും ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. കുറച്ച് വിട്ടിട്ടാണ് ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ഉള്ളത്, എന്നാലും കുഴപ്പമില്ല. അതിലേതെങ്കിലും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തേക്കാം. അപ്പ് സ്റ്റോക്സിൽ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പാകത്തിന് ചാർട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലൊക്കെ ആവശ്യമില്ലാത്ത ഡ്രോയിങ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇതിൽ മറ്റേ ഓപ്ഷൻസ് നമുക്ക് എൻട്രി വരികയാണെങ്കിൽ അപ്പോൾ സെലക്ട് ചെയ്താൽ ആ സ്ട്രൈക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതേപോലെ ഈ സെയിം സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റി, ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടാക്കി മാറ്റിയത്. അതേപോലെ ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും സെലക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് സെലക്ട് ചെയ്യാം. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. ഓക്കെ, ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്, അതും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രോയിങ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കി കളാം. ഇനി ഇവിടെ നമുക്ക് അതൊരു എൻട്രി വരികയാണെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യട്ടെ. ഇനി നമുക്ക് 5 മിനിറ്റിലും കൂടെ ജസ്റ്റ് നോക്കി നോക്കാം ഏതെങ്കിലും ലെവലുണ്ടോ എന്നുള്ളത്. 5 മിനിറ്റിൽ ലെവൽ ക്രിയേറ്റ് ആവാനായില്ല, ജസ്റ്റ് ഫസ്റ്റ് ക്യാൻഡിൽ വന്നുകൊണ്ട് നിൽക്കുന്നതുള്ളൂ, കംപ്ലീറ്റ് ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റിൽ ലെവൽ മാർക്ക് ചെയ്യാനായില്ല. കുറച്ച് ക്യാൻഡിൽസൊക്കെ ഫോം ആവണം 5 മിനിറ്റിൽ മാർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്തായാലും നിലവിൽ ഈ രണ്ട് ലെവൽസുള്ളൂ. നിഫ്റ്റിയിൽ ബാങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി കൺസിഡർ ചെയ്യുക. അതല്ലെങ്കിൽ കുറച്ച് 5 മിനിറ്റ്സിൽ പുതിയ ലെവലൊക്കെ ക്രിയേറ്റ് ആവണം, കുറച്ച് ക്യാൻഡിൽസൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും നോക്കി നോക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. മേലെ രണ്ട് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ അപ്പ് സൈഡുള്ള ലെവൽ ടാപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ടാപ്പ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കണം. 1 മിനിറ്റിൽ ഫുള്ള് സെറ്റപ്പായി എൻട്രി സെറ്റപ്പൊക്കെ വന്നാലേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ജസ്റ്റ് ടാപ്പ് ആയിട്ടേ ഉള്ളൂ. അത് ഇവിടെ ഈ ചാർട്ടിൽ വരച്ച് വെച്ചില്ലേനി, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ച് വെച്ചേക്കാം. 50 മിനിറ്റുള്ള ലെവൽ ഏകദേശം ഈ ഒരു ഏരിയയിലാണ്, 667 ഓക്കെ, അത് ഫ്യൂച്ചർ ചാർട്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അവിടെ ഒരു ലെവലുണ്ട്. ഓക്കെ, അത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഏകദേശം ആ ഒരു സെയിം ക്യാൻഡിലിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് ഫ്യൂച്ചറിൽ ടാപ്പ് ചെയ്തില്ല, സ്പോട്ടിൽ മാത്രമേ ടാപ്പ് ആയിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, സ്പോട്ടിൽ ടാപ്പ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് എൻട്രി നോക്കാം. നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാം. കഴിഞ്ഞപ്പോൾ അവിടെ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്കും കൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സ്ട്രൈക്ക് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാൻ 667 ഇപ്പോൾ മാർക്കറ്റ്. 650 വേണ്ട, നമുക്ക് 700 നോക്കാം. 700 വരുമ്പോൾ വല്ല ലേശം മേലേക്ക് ആയിരിക്കും. ഒരു ITM പോലെയുള്ള സ്ട്രൈക്ക് ആയിരിക്കും. ഇന്ന് എക്സ്പയറി ഡേ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മേലുള്ള എടുക്കാം. 24,700 സെലക്ട് ചെയ്ത് വെക്കാം. 24,700 പുട്ട് ഓപ്ഷൻ നിഫ്റ്റി. ഓക്കെ, നല്ലത് കോൾ. ഓക്കെ, പുട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കാം. ഒരു എൻട്രി വരട്ടെ. ഇനി വെയിറ്റിംഗ് ആണ്, കാത്തിരിപ്പിൻ്റെ സമയങ്ങളാണ്. എൻട്രി വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. എന്തായാലും നോക്കി നോക്കാം ഒരു എൻട്രി വരുമോ ഇല്ല എന്നുള്ളത്. വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ മൊമെൻറ്റം തന്നു താഴോട്ടേക്ക്. പക്ഷേ നമുക്ക് എൻട്രി ഒന്നുമില്ല, മൊമെൻറ്റം മാത്രമേ തന്നുള്ളൂ. അപ്പോൾ ടാപ്പ് ചെയ്ത് നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നു. 1 മിനിറ്റിൽ പ്രോപ്പർ സ്ട്രക്ചറും ഫോർമാറ്റും ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എൻട്രി ഒന്നും കിട്ടിയില്ല.
നല്ല അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ് താഴോട്ടേക്ക് വന്നു. ഒരു പോയിൻ്റൊക്കെ വെച്ചിട്ടാണ് ഇതിൽ മൂവ് ചെയ്ത് ഹ്യൂജ് മൊമെൻറ്റാണ് പ്രീമിയത്തിൽ കിട്ടിയത്. പ്രീമിയം സ്പൈക്ക് ആയതിനു ശേഷം വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഇത് മറ്റേ എക്സ്പയർഡ് ആയതുകൊണ്ട് നല്ല ഹ്യൂജ് മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൽ. എന്തായാലും മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. ഇതുവരെ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഡയലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല എന്തായാലും, കാരണം അടിയുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് കണക്കാണ് ഡയലോ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിൻ്റെ മുമ്പായിട്ട് ഒരു എൻട്രി കിട്ടുമോ നോക്കി നോക്കാം. അത് കിട്ടുകയാണെങ്കിലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി പുതിയ വേറെ ഏതൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് വേറെ ഏതൊന്നും ടാപ്പ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ പുതിയൊരു 5 മിനിറ്റിലെങ്ങാനും പുതിയൊരു ഏരിയ ക്രിയേറ്റ് ആയിട്ട് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. അങ്ങനെ നിഫ്റ്റി ഒരു എൻട്രി തരാതെ പോയി ഡയലോ ഒക്കെ എടുത്ത് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മേലുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് ഒരു എൻട്രി തരാതെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതുവരെ എൻട്രി ഒന്നും കിട്ടിയില്ല, വെയിറ്റിംഗ് ആണ്. ഭയങ്കര കഷ്ടമായിപ്പോയി. നല്ലൊരു അടിപൊളിയായിട്ട് ലിക്വിഡിറ്റി ഏരിയ ടാപ്പും ചെയ്ത് നല്ല മൊമെൻറ്റ് തന്നു, പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, അത് പൊട്ടെ മിസ്സായി പോയതിനെ പറ്റി ആലോചിച്ചിട്ടൊരു കാര്യമില്ല. ഇനി നമുക്ക് പുതിയ ഇത് മാർക്ക് ചെയ്യാം. പുതിയൊരു ലെവലോടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നിഫ്റ്റിയിൽ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 5 മിനിറ്റിലുള്ള ഒരു ലെവലാണ്, 50 മിനിറ്റ് അല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ ലെവൽ ടാപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ താഴെ ലെവൽ ടാപ്പ് ചെയ്യട്ടെ. ഈ ഒരു ലെവൽ നമുക്ക് ഒഴിവാക്കാം, പകരം പുതിയ 50 മിനിറ്റിൽ പുതിയൊരു ലെവൽ മേലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതൊരു 50 മിനിറ്റ് ലെവലാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത്, ഇതൊരു 5 മിനിറ്റ് ലെവലുമാണ്. അപ്പോൾ അതിലേതെങ്കിലും ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. അതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യട്ടെ. താഴെയുള്ളതും വേറൊരു 50 മിനിറ്റാണ്, മേലോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ലെവൽസൊക്കെ ഉണ്ട്. ലെവൽസ് ടാപ്പ് ചെയ്യുന്നുണ്ട്, മൊമെൻ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യമില്ല, എൻട്രി ഒന്നും കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. നോക്കി നോക്കാം, നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയും ചെയ്യും. SL ആണെങ്കിൽ ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ മേടിച്ച് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലല്ല, അതിൽ അപ്സ്റ്റോക്സിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അവിടെ ഒരു ലെവൽ കാണുന്നില്ല, അവിടെ ഒരു ലെവലില്ല. എന്നാലും ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. മറ്റേ സ്പോട്ടിൻ്റെ ചാർട്ടിൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ ലെവലുള്ളൂ, ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലില്ല. എന്നാലും ജസ്റ്റ് വെറുതെ ഒരു ലെവൽ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, അത് ടാപ്പ് ചെയ്യുമോ, അവിടെ നിന്ന് ഒരു എൻട്രി വരുമോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ എക്സ്പയറി ഡേ ആണ്, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. മാർക്കറ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് ലെവൽ ടാപ്പ് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് തിരിഞ്ഞ് വന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഡയലോ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, പ്രീമിയം ഒക്കെ പറന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രി നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയൊരു ലെവൽ ടാപ്പ് ചെയ്യണം. ഇതുവരെ ലെവൽസ് ഒന്നും ടാപ്പ് ചെയ്തില്ല, ഹൈ ടൈം ഫ്രെയിം ലെവൽസ് ഒന്നും ടാപ്പ് ചെയ്യാണ്ട് പോയിക്കൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ താഴെ ഈ ലെവൽ ടാപ്പ് ചെയ്താൽ നമുക്ക് മേലോട്ടേ നോക്കാം, അല്ലെങ്കിൽ മുകളിലുള്ള ലെവൽസ് ഒന്നും ഇതുവരെ ടാപ്പ് ചെയ്തില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടൊക്കെ എൻട്രി എടുക്കേണ്ടതെന്ന് തോന്നുന്നു, 1 മിനിറ്റിലേക്ക് നോക്കിയിട്ട്. കാരണം ഹൈ ടൈം ഫ്രെയിം ലെവൽസ് ഒന്നും ടാപ്പ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1 മിനിറ്റിൽ എങ്ങനെ നോക്കിയിട്ട് മേലുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. നമ്മൾ താഴെ മാർക്ക് ചെയ്ത ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്നവരെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ വേണം ഒരു എൻട്രി താഴോട്ടേക്ക് എടുക്കാം. എന്നിട്ട് ആ താഴെയുള്ള ലെവൽ ടാർഗറ്റൊക്കെ വെക്കുന്ന രീതിയിൽ നമുക്ക് നോക്കിയിട്ട് നോക്കാം. എന്തായാലും ഞാൻ ഒരു എൻട്രി വരികയാണെങ്കിൽ പറയാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിനി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താഴോട്ടേക്ക് ഒരു 24,650 പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ടുണ്ടായിനി. അത് എക്സിറ്റ് അടിച്ച് ഡയലോ കട്ട് ചെയ്ത സമയത്ത് എക്സിറ്റ് അടിച്ചാണ്. അത് എടുത്ത ഏരിയയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞതിന് 1 മിനിറ്റിൽ നോക്കിയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയസ് അങ്ങനെ എൻട്രി എടുക്കേണ്ടി വരുന്നു. കാരണം ഹയർ ടൈം ഫ്രെയിംസ് ഒന്നും ടാപ്പ് ചെയ്യണമില്ല, നല്ല ഡൗൺ ട്രെൻഡായി പോവുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ എൻട്രി എടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞത് ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നോക്കിയ സമയത്ത് മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് എത്തിയിട്ട് ഡയലോ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ പിന്നെ ഈ മുന്നത്തെ കേസ്, അതായത് ഇന്ന് സംഭവിച്ച കാര്യം, ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ഇൻറ്റേർണൽ ഈ ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്നത്. അതായത് ഇന്ന് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡായി പോകുന്നതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇന്ന് മാർക്കറ്റിൻ്റെ ബിഹേവിയർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയ എത്തിയ സമയത്ത് ഇവിടെ നിന്നൊരു എൻട്രി കൺസിഡർ ചെയ്തു. ആ ലെവൽ അതിന് ശേഷം വരച്ചാണ് നമുക്ക് ഒഴിവാക്കിക്കണം. അപ്പോൾ അതായത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ഇനിയും അങ്ങോട്ട് ആക്ട് ചെയ്യുന്നുള്ളൊരു കൺസിഡറേഷനിൽ എൻട്രി എടുത്താണ്. ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. അവിടെ നിന്ന് എൻട്രി എടുക്കുകയും ചെയ്തു. ഡയലോ തന്നെ ടാർഗറ്റ് വെച്ചു. കാരണം ഡയലോൻ്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ലെവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്താൽ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിൽ എക്സിറ്റ് അടിച്ചാൽ ഞാൻ തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലൊന്ന് കാണിച്ചു തരാം. ടൈമും കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റേ പ്രീമിയത്തിൻ്റെ ചാർട്ടിലൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ എൻട്രി എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ആണ് എൻട്രി എടുത്തത്. അതിൻ്റെ ടൈമൊക്കെ അവിടെ കാണാം. പിന്നെ അത് എക്സിറ്റ് അടിച്ചത് ഡേലോ കട്ട് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ച് പറഞ്ഞത് ഒന്നെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്പോട്ട് അതിൽ ഏതാണോ ആദ്യം ഡേലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ആദ്യം ഫ്യൂച്ചറാണ് ഡേലോ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം ഫ്യൂച്ചർ ഡേലോ കട്ട് ചെയ്ത് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ക്യാൻഡിലാണ് ഫ്യൂച്ചർ ഡേലോ കട്ട് ചെയ്ത് 11:51. പക്ഷേ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഡേലോ കട്ട് ചെയ്ത് തൊട്ടടുത്ത ക്യാൻഡിലാണ് 11:52. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്പോട്ടിൽ ലോ കട്ട് ചെയ്ത്. പക്ഷേ ഞാൻ ഫ്യൂച്ചർ കട്ട് ചെയ്തപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഓപ്ഷൻസിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത്. അവിടുന്ന് ഇവിടേക്കുള്ള പോയിൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-11 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 11 പോയിൻ്റ് ആണ് ഞാൻ ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. ചെറിയൊരു ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയാൻ പറ്റില്ല, ചെറിയൊരു ടാർഗറ്റ് അത്രേ ഉള്ളൂ, പ്രോപ്പർ ടാർഗറ്റ് അല്ല ശരിക്കും. ഓക്കെ, എന്തായാലും 11 പോയിൻ്റാണ്. ക്വാണ്ടിറ്റി അടുത്തത് 200 ക്വാണ്ടിറ്റിയാണ്. ആ ട്രേഡ് ഞാൻ എക്സിറ്റ് അടിച്ചതിന് ശേഷം നല്ല ഹ്യൂജ് മൊമെൻ്റൊക്കെ പോയിട്ടുണ്ട്, 30 പോയിൻ്റൊക്കെ സുഖമായിട്ട് പോയിട്ടുണ്ട് പ്രീമിയത്തിൽ. പക്ഷേ ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എക്സിറ്റ് അടിച്ചത്. പക്ഷേ അതൊന്നും വിഷയമല്ല, നമ്മൾ കറക്റ്റ് ടാർഗറ്റ് അടിച്ചു, എക്സിറ്റ് അടിച്ചു. ഇനി എന്തായാലും കുറച്ച് സീരീസോ അല്ലെ സിനിമ കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ഇനി പുതിയ ട്രേഡും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. മാർക്കറ്റ് പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ടാപ്പും ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് എൻട്രീസും തരുന്നില്ല. പിന്നെ എക്സ്പയറി ഡേ ആണല്ലോ, അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്തായാലും ഇന്ന് ഈ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. ഒരു ട്രേഡ് ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി 2200 രൂപ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.